Hello friends, welcome back to my channel Tips and Tricks. 12500 PSC Bulletin GK ക്വസ്റ്റ്യന്റെ 21ാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഇതിനു മുന്നേ ഉള്ള ഭാഗങ്ങൾ കാണണമെങ്കിൽ ദാ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആയിരത്തി 1851 മുതലുള്ള ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഏത് രോഗം നിർണ്ണയിക്കാനാണ് എലീസ ടെസ്റ്റ് നടത്തുന്നത്? എയ്ഡ്സ് നിർണ്ണയിക്കാനുള്ള ടെസ്റ്റാണ് എലീസ ടെസ്റ്റ്. നവസാരത്തിന്റെ രാസനാമം എന്താണ്? അമോണിയം ക്ലോറൈഡ് എന്നതാണ് നവസാരത്തിന്റെ രാസനാമം. ഏത് രാജ്യത്തിന്റെ വിമാന സർവീസാണ് ഗരുഡ? ഇന്തോനേഷ്യയുടെ വിമാന സർവീസാണ് ഗരുഡ. നവാഗത സിനിമാ സംവിധായകർക്കുള്ള നാഷണൽ അവാർഡ് ഇന്ദിരാഗാന്ധി അവാർഡാണ്. നവാഗത സിനിമാ സംവിധായകർക്കുള്ള നാഷണൽ അവാർഡ് ഇന്ദിരാഗാന്ധി അവാർഡ്. ഗ്രീസിന്റെ കണ്ണ് എന്നറിയപ്പെടുന്നത് ഏതൻസ് ആണ്. ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ഫാക്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. വർഷം 1915. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗമാണ് അകക്കാമ്പ് അഥവാ കോർ. ഭൂമിക്ക് 3 ഭാഗങ്ങളുണ്ട്: ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അതിലെ ഏറ്റവും ഡെൻസസ്റ്റ് ആയിട്ടുള്ളത്, സാന്ദ്രതയേറിയ ഭാഗമാണ് അകക്കാമ്പ് അഥവാ കോർ. ഏത് ലോഹത്തിന്റെ അയിരാണ്? ഗലീന. ലെഡിന്റെ അയിരാണ് ഗലീന. കറുത്തീയം എന്നാണ് ലെഡ് അറിയപ്പെടുന്നത്. ലെഡിന്റെ അറ്റോമിക് നമ്പർ 82 ആണ്. അടുത്ത ചോദ്യം, ഗ്രന്ഥപുരയുടെ കോണിപ്പടിയിൽ നിന്നും വീണു മരിച്ച മുഗൾ ചക്രവർത്തിയാണ് ഹുമയൂൺ. ഗ്രന്ഥപുരയുടെ കോണിപ്പടിയിൽ നിന്ന് വീണു മരിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഹുമയൂൺ ആണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമാണ് ചെമ്പഴന്തി. ആഗ്ര നഗരം സ്ഥാപിച്ചത് സിക്കന്ദർ ലോധിയാണ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനായി ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. ദീർഘദൃഷ്ടിയോ കോൺവെക്സ് ലെൻസ് ആണ്. ഏത് വർഷമാണ് ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത്? 1934 ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത്. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേരാണ് മയോപ്പിയ. അപ്പോൾ മയോപ്പിയ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹ്രസ്വദൃഷ്ടിയാണ്. അടുത്ത ചോദ്യം, ആന്ധ്രാപ്രദേശിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു ആണ്. ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1953. ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം 1956. നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് മാർട്ടിൻ ലൂതർ ആണ്. ഇതൊരു SCRT ഫാക്റ്റും കൂടെയാണ്. അപ്പൊ ഞാൻ SCRT ക്ലാസ്സസും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് കാണണമെങ്കിൽ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് മാർട്ടിൻ ലൂതർ. SCRT ഫാക്റ്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 17 തവണ ഇന്ത്യ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരിയാണ് മഹ്മൂദ് ഗസ്നി. 17 തവണ ഇന്ത്യ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗസ്നിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാതയാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത ഏതാണ്? പാലക്കാട് ചുരമാണ്. കോയമ്പത്തൂരെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, കുമാരനാശാൻ സ്മാരകം എവിടെയാണ്? തോന്നയ്ക്കൽ. ആറ്റിങ്ങലിനടുത്തുള്ള തോന്നയ്ക്കലിലാണ് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ അംഗം ഡോക്ടർ AR മേനോനാണ്. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ അംഗം ആരാണ്? ഡോക്ടർ AR മേനോനാണ്. ഡോക്ടർ AR മേനോൻ അന്തരിച്ച വർഷം 1960.
കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായിരുന്നു ഡോക്ടർ AR മേനോൻ. പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ. ഫറാക്ക ബാരേജ് ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ് ഫറാക്ക ബാരേജ്. വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരുഷന്മാരിൽ മീശ വളർത്തുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷന്മാരിൽ മീശ വളർത്തുന്ന ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. കാകതീയ വംശത്തിന്റെ തലസ്ഥാനമായിരുന്ന നഗരമാണ് വാറങ്കൽ. കാകതീയ വംശത്തിന്റെ തലസ്ഥാനമായിരുന്ന നഗരം ഏതാണ്? വാറങ്കലാണ്. കാസിൽ എന്ന പദവുമായി ബന്ധപ്പെട്ട കളി ചെസ്. കാസിൽ എന്ന പദം ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് വാസക്ടമി. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് വാസക്ടമി. അപ്പൊ സ്ത്രീകളെ വന്ധീകരിക്കുന്നതോ ട്യൂബക്ടമി എന്നാണ് അറിയപ്പെടുന്നത്. പുലിറ്റ്സർ പുരസ്കാരം നൽകുന്ന അമേരിക്കയിലെ സർവകലാശാലയാണ് കൊളംബിയ. എന്തിനാണ് പുലിറ്റ്സർ പുരസ്കാരം നൽകുന്നത്? പത്രപ്രവർത്തനത്തിനാണ് പുലിറ്റ്സർ പുരസ്കാരം നൽകുന്നത്. അമേരിക്കയിലെ ഏത് സർവകലാശാലയാണ്? കൊളംബിയ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് നീലവിപ്ലവം. പരിസ്ഥിതി സംബന്ധിച്ച ആദ്യത്തെ ഐക്യരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായത് സ്റ്റോക്ക്ഹോം ആണ്. പരിസ്ഥിതി സംബന്ധിച്ച ആദ്യത്തെ ഐക്യരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായത് സ്റ്റോക്ക്ഹോം ആണ്. പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് AKG. പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ്? AK ഗോപാലനാണ്. ഇന്ത്യയിലെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂറത്താണ്. സൂറത്താണ് ഇന്ത്യയിലെ വജ്രനഗരം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പ്രസിഡന്റായ മൂന്നാമത്തെ മുസ്ലിമാണ് APJ അബ്ദുൽ കലാം. അപ്പോൾ ആദ്യത്തെ മുസ്ലിം ആരാണ്? സക്കീർ ഹുസൈൻ ആണ്. ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിം സക്കീർ ഹുസൈൻ. മൂന്നാമത്തെ മുസ്ലിമാണ് APJ അബ്ദുൽ കലാം. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആനന്ദവർമ്മൻ ചോഡ ഗംഗയാണ്. ആനന്ദവർമ്മൻ ചോഡ ഗംഗയാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1076 1148 ആണ്. പുരുഷപുരത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് പെഷവാർ. പെഷവാറിന്റെ പഴയ പേരാണ് പുരുഷപുരം. നാസിക് ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി നദിയുടെ തീരത്താണ്. മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു നാസിക്. ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? സെബി ആണ്. ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സ്ഥാപനം. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ രചിച്ചത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ വരികളാണ് നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മാധ്യമം ഇംഗ്ലീഷ് ആക്കാനുള്ള ശുപാർശ ചെയ്തത് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മാധ്യമം ഇംഗ്ലീഷ് ആക്കാനുള്ള ശുപാർശ ചെയ്തത് ആരാണ്? മെക്കാളെ പ്രഭുവാണ്. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത്. നാട്യശാസ്ത്രം രചിച്ചത് ഭരതമുനിയാണ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലേരു തടാകം. അപ്പോൾ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലേരു തടാകമാണ്. ഫാസിസം എന്ന പ്രസ്ഥാനം ആരംഭിച്ച രാജ്യം ഇറ്റലിയാണ്. ഫാസിസവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മുസോളിനി. ഇറ്റലിയിലാണ് ഫാസിസം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആണ് വില്യം ഹെൻറി ഹാരിസൺ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? വില്യം ഹെൻറി ഹാരിസൺ. ഇന്ത്യയിലെ ഷി ഹുവാങ് തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചന്ദ്രഗുപ്ത മൗര്യനെയാണ്. ഇന്ത്യയിലെ ഷി ഹുവാങ് തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? ചന്ദ്രഗുപ്ത മൗര്യനെയാണ്. ഫാഹിയാൻ ഇന്ത്യയിലെത്തിയ കാലഘട്ടം AD 5-ാം നൂറ്റാണ്ട്. ഫാഹിയാൻ ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യയിലെത്തിയ കാലഘട്ടം AD 5-ാം നൂറ്റാണ്ടാണ്. പത്തനംതിട്ട ജില്ലയിൽ പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലമാണ് ചെറുകോൽപ്പുഴ. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്ന് തന്നെയാണ് അത് പറയുന്നത്. പുകയില ചെടിയുടെ ഏത് ഭാഗത്താണ് നിക്കോട്ടിൻ നിർമ്മിക്കപ്പെടുന്നത്? ഇലയിൽ. പുകയിലയിൽ ഇലയിലാണ് നിക്കോട്ടിൻ നിർമ്മിക്കപ്പെടുന്നത്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% ഐസ് രൂപത്തിൽ ഉൾക്കൊള്ളുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% ഐസിന്റെ രൂപത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? അന്റാർട്ടിക്കയിലാണ് കാണപ്പെടുന്നത്.
11ാം ശതകത്തിൽ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച മുസ്ലിം ആക്രമണകാരിയാണ് മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നി 17 തവണ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. 11ാം ശതകത്തിൽ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചതും ആരാണ്? മുഹമ്മദ് ഗസ്നിയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ്? അരക്കൻ യോമ പർവ്വതനിരയുടെ തുടർച്ചയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം. ഓർത്തിരിക്കുക. ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്നത് ജോസഫ് പ്രീസ്ലി ആണ്. ഫാദർ ഓഫ് സോഡ പോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ജോസഫ് പ്രീസ്ലി ആണ്. ജോസഫ് പ്രീസ്ലി വേറൊന്നും കൂടെ കണ്ടുപിടിച്ചു. എന്താണ്? ഓക്സിജൻ. ഓക്കെ. പുരുഷ സൂക്ത ഏത് വേദത്തിന്റെ ഭാഗമാണ്? ഋഗ്വേദത്തിന്റെ ഭാഗമാണ് പുരുഷ സൂക്ത. ഒന്നിലധികം രാജ്യങ്ങളുടെ പ്രഥമ വനിതാ പദം അലങ്കരിച്ച ഏക വനിതയാണ് ഗ്രേക്ക മാർഷൽ. അതിൽ ഒരു രാജ്യം മൊസാംബിക് ആണ്. മറ്റേ രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നിലധികം രാജ്യങ്ങളുടെ പ്രഥമ വനിതാ പദം അലങ്കരിച്ച ഏക വനിതയാണ് ഗ്രേക്ക മാർഷൽ. അതിൽ ഒരു രാജ്യം മൊസാംബിക് ആണ്. മറ്റേ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. 874 ദിവസം കൊണ്ട് മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. 874 ദിവസം കൊണ്ട് മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് സിഗരറ്റ് കവറിൽ രേഖപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് USA. ഒരു റെയർ ക്വസ്റ്റ്യൻ ആണ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് സിഗരറ്റ് കവറിൽ രേഖപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? USA ആണ്. ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഔഷധമാണ് പെനിസിലിൻ. ഫാരിദിന് ഷേർഷാ എന്ന ബിരുദം നൽകിയ ബീഹാറിലെ ഭരണാധികാരിയാണ് ബഹർഖാൻ ലോഹാനിയാണ് ഫാരിദിന് ഷേർഷാ എന്ന ബിരുദം നൽകിയ ബീഹാറിലെ ഭരണാധികാരി. മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യ സംഗീതമാണ് സോപാന സംഗീതം. അപ്പോൾ സോപാന സംഗീതം ആരാണ് കൈകാര്യം ചെയ്യുന്നത്? പുരുഷന്മാർ മാത്രമാണ്. ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ പ്രഥമ വ്യക്തിയാണ് സത്യജിത് റേ. ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ പ്രഥമ വ്യക്തി ആരാണ്? സത്യജിത് റേ ആണ്. വിഷങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആഴ്സനിക് ആണ്. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരമാണ് PT ഉഷ. ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രീ ഭട്ടാരകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. തിരുക്കൊച്ചിയിൽ മന്ത്രിയായ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. തിരുക്കൊച്ചിയിൽ മന്ത്രിയായ നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ബാംഗ്ലൂരിലും കൊൽക്കത്തയിലും പഠനം നടത്താൻ കുമാരനാശാന് സാമ്പത്തിക സഹായം നൽകിയത് ഡോക്ടർ പൽപ്പു. ബാംഗ്ലൂരിലും കൊൽക്കത്തയിലും പഠനം നടത്താൻ കുമാരനാശാന് സാമ്പത്തിക സഹായം നൽകിയത് ആരാണ്? പൽപ്പു ആണ്. സ്വാമി വിവേകാനന്ദന് കേരള സന്ദർശന വേളയിൽ ചിന്മുദ്രയെക്കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകിയത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ സന്യാസ ശിഷ്യനായിരുന്നു ആനന്ദ തീർത്ഥ സ്വാമികൾ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെട്ടത് PT ഉഷയാണ്. പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തിയാണ് സത്യജിത് റേ. പിന്നിട്ട് ബംഗ്ലാദേശിലെത്തുമ്പോൾ ഗംഗ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പത്മ. പയോറിയ ബാധിക്കുന്ന അവയവം മോണയാണ്. പുരാണങ്ങളിൽ തമസ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ടോൺസ്. പുരാണങ്ങളിൽ തമസ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ടോൺസ് ആണ്. പുരൈച്ചി തലൈവർ എന്നറിയപ്പെട്ടത് MG രാമചന്ദ്രൻ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പിടിച്ചടക്കിയപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേരാണ് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പിടിച്ചടക്കിയപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേരെന്താണ്? ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്നതാണ്. പൂക്കളുടെ താഴ്വര ഏത് സംസ്ഥാനത്താണ്? വാലി ഓഫ് ഫ്ലവേഴ്സ്, ഉത്തരാഖണ്ഡ്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കും ഉണ്ട് അവിടെ. ശിലാലിഖിതങ്ങളിലൂടെ തന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് പകരുന്ന ആദ്യ ഭരണാധികാരിയാണ് അശോകൻ. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? എഴുത്തച്ഛൻ.
പൂച്ചവർഗത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ സ്വാഭാവിക ജീവിയാണ് സൈബീരിയൻ കടുവ. അടുത്ത ചോദ്യം, രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ്. സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പൂക്കളുടെ താഴ്വര കണ്ടെത്തിയ ഇംഗ്ലീഷ് പർവ്വത ആരോഹകനാണ് ഫ്രാങ്ക് സ്മിത്ത്. പൂക്കളുടെ താഴ്വര എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അത് കണ്ടെത്തിയ ഇംഗ്ലീഷ് പർവ്വത ആരോഹകനാണ് ഫ്രാങ്ക് സ്മിത്ത്. രാജ്യസഭാ അംഗമായ ആദ്യ കേരളീയ വനിതയാണ് ഭാരതി ഉദയഭാനു. പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഹെർബർട്ട് ബേക്കർ ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി ആരംഭിച്ച സ്ഥലം സൂറത്ത്. SCRT ഫാക്ട് ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സൂറത്തിലാണ് ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത്. പൂന ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദമാണ് ബാഡ്മിന്റൺ. പൂന ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദം ഏതാണ്? ബാഡ്മിന്റൺ ആണ്. രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. ഫലങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? എത്തിലിൻ ആണ് പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരു ഓവറിൽ എല്ലാ പന്തും സിക്സർ അടിച്ച ഇന്ത്യക്കാരനാണ് രവി ശാസ്ത്രി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരു ഓവറിൽ എല്ലാ പന്തും സിക്സർ അടിച്ച ഇന്ത്യക്കാരൻ ആരാണ്? രവി ശാസ്ത്രിയാണ്. രാജ്യസഭാ അംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് C. അച്യുതമേനോൻ. അപ്പോൾ രണ്ടാമത്തെ വ്യക്തി ആരാണ്? AK ആന്റണി ആണ്. ഭാരതിയാർ സമാധി എവിടെയാണ്? പുതുച്ചേരിയിലാണ് ഭാരതിയാർ സമാധി, പുതുച്ചേരി. പൂർവ്വ ചാലൂക്യരുടെ തലസ്ഥാനമാണ് വെങ്ങി. വെങ്ങിയാണ് പൂർവ്വ ചാലൂക്യരുടെ തലസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺസ് ക്ലബ്ബ് 1956 സ്ഥാപിതമായത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺസ് ക്ലബ്ബ് 1956 സ്ഥാപിതമായത്. വിഷമുള്ള ഏക സസ്തനമാണ് ആൺ പ്ലാറ്റിപ്പസ്. ആൺ പ്ലാറ്റിപ്പസിനാണ് വിഷമുള്ള ഏക സസ്തനം. പരീക്ഷണാർത്ഥം ലോകത്തിൽ ആദ്യമായി അണുബോംബ് പൊട്ടിച്ച രാജ്യമാണ് USA. പരുത്തി ഏത് സസ്യകുടുംബത്തിൽ പെടുന്നു? മാൽവേസിയ വിഭാഗത്തിൽ പെടുന്നതാണ് പരുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പാർലമെന്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും ചേർന്നതാണ്. പാർലമെന്റ് എന്നാൽ ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരിമണ്ണാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആണ് ഓമന കുഞ്ഞമ്മ. അവസാനത്തെ ചോദ്യം, ആൻഡമാൻ ദ്വീപുകളോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? മ്യാൻമർ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ 100 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സീരീസ് ഞാൻ ഡെയിലി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്